നമസ്കാരം. 10-ാമിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 9-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ഉത്സാഹപൂർണമായ ദിവസങ്ങളായി കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായി ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇവരുടെ അടുത്ത ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ ഇവരുമൊത്ത് ചേർന്നുള്ള ചില പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹം ഉണ്ടാവുകയും അതിൽ നിന്ന് ഇവർക്ക് വിജയമുണ്ടാവാൻ സാധ്യതയുമുണ്ട്. ചില പുതിയ യാത്രകൾ പെട്ടെന്ന് അന്ന് തന്നെ മടങ്ങി വരുന്ന യാത്രകൾ ചെയ്യുകയും അത് തങ്ങളുടെ കർമ്മരംഗത്തിന് വളരെ ഗുണകരമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചില ആശയങ്ങൾ അതൊക്കെ തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർ ആവിഷ്കരിക്കുക വഴി കുറച്ചുകൂടി തിളക്കമുള്ളതാക്കി മാറ്റാൻ സാധിക്കും മേടക്കൂറുകാർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല. ഇനി ഇതൊന്നുമല്ല, സാധാരണ ജോലിയാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നതെങ്കിൽ ആ ജോലിയിൽ അവർക്ക് കഴിഞ്ഞ കുറേ കാലത്തിനു ശേഷം ഏറ്റവും നല്ല മിടുക്ക്, ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനക്ഷമതയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് കാണുന്നു. ഇതൊക്കെ തന്നെയും വരുമാനം ഭാവിയിൽ ഉറപ്പിക്കുന്നതിനും ഈ ആഴ്ചയിൽ ഇവർക്ക് കൂടുതൽ ഗുണപരമായ നേട്ടം സാമ്പത്തികമായി ഉണ്ടാവാനും സഹായിക്കുന്നു എന്നതാണ് സത്യം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഇവരുടെ സംരംഭങ്ങളിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ സഹോദരങ്ങളോ പങ്കെടുക്കുമെന്ന്. അവരുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ ചില വിജയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മാതാവുമൊത്ത് ഉല്ലാസയാത്ര നടത്തുന്നു, അടുത്ത സഹോദരങ്ങളുമായി ചേർന്നോ മറ്റോ ഒരു സമാഗമം ഉണ്ടാകുന്നതായി കാണുന്നു. അതിനെല്ലാം വളരെ സുഖപ്രദമായൊരു അന്തരീക്ഷമാണ് കാണുന്നത്. എന്നാൽ ത്രോട്ട് മുതൽ ചെസ്റ്റ് വരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നു. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും മാത്രമല്ല, അവരുടെ മാതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക്, ഒന്നുകിൽ മാതാവിന് അല്ലെങ്കിൽ മാതാവിൻ്റെ അനിയത്തിക്കോ മാതാവിൻ്റെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ ഒക്കെ അനുസരിച്ച് അതുകൊണ്ട് ഓരോടത്തും യാത്ര ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളുമായി സംരംഭം ഉണ്ടാകുമെങ്കിലും ചിലരോടെങ്കിലും ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അതുമൂലമുണ്ടാകാവുന്ന കലഹമോ മാനസിക വൈഷമ്യങ്ങളോ ചിലപ്പോൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നേരിടേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി ദോഷമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ സാഹസിക കർമ്മങ്ങൾ ചെയ്യുക വഴിയും ഇവർക്ക് ഇപ്പോൾ സാമ്പത്തിക നേട്ടമുണ്ട്. ഏറ്റിരുന്ന വാഗ്ദാനങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുവാൻ വേണ്ടി അങ്ങേയറ്റത്തെ ശാരീരികവും മാനസികവുമായ അധ്വാനത്തിന് തയ്യാറെടുക്കുന്നുണ്ട് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതൊരു തരത്തിൽ സാഹസികമായ കർമ്മമായി അവർക്ക് മാറുകയും ചെയ്യുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിനു വേണ്ടിയോ മറ്റോ ഉള്ള ശ്രമങ്ങൾ ഈ ആഴ്ചയിൽ ചിലപ്പോൾ ചില തടസ്സങ്ങൾ മൂലം മാറ്റിവെക്കപ്പെട്ടതേ വന്നേക്കാം. എന്നാൽ പൊതുവെ ഇവരുടെ സാമ്പത്തിക മേഖലയും കർമ്മരംഗവും വളരെ സജീവമായിട്ടാണ് നിൽക്കുന്നത്. ആഴ്ചയുടെ ആദ്യ പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസവും താരതമ്യേന ഭേദപ്പെട്ടതാണ്. തൊണ്ട മുതൽ ഏകദേശം ഈ ഹൃദയവും അതുപോലെ തന്നെ ഉദരവുമായി വേർപെടുത്തുന്ന ഡയഫ്രം വരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശതകളോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11 പുലർച്ചെ വരെ, ശേഷം 15 രാവിലെ 9:30 കഴിഞ്ഞും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വരുമാന സാധ്യത കാണുന്നുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയായ പുരുഷനിൽ നിന്ന് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. ഒന്നുകിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ ഉയർച്ചയോ അല്ലെങ്കിൽ നേരത്തെ കിട്ടാനുണ്ടായിരുന്ന വരുമാനം, ഈ അരിയേഴ്സ് എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള വരുമാനം ഒരുമിച്ച് കിട്ടുകയോ അതുമല്ലെങ്കിൽ ഭൂമി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ആദായകരമായ നേട്ടമുണ്ടാവുകയോ ചെയ്യാം. അതുപോലെ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യ
അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി തുടങ്ങിയവരിൽ നിന്നൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങാൻ വേണ്ടിയുള്ള കാര്യത്തിനോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കോ ഒക്കെ പണം തികയാതെ വരുമ്പോൾ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നോ ഈ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ പണം ഈ ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് കാര്യങ്ങളിലെ ജോലി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നത് കൊണ്ട് ജോലി ഏറ്റവും പെട്ടെന്ന് തീർക്കുവാനും ഏറ്റവും ഇഫക്റ്റീവായി ഏറ്റവും ഫലവത്തായി അത് പൂർണ്ണതയിലെത്തിക്കാനും സാധിക്കുന്ന ഒരവസ്ഥ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഉഴപ്പ്, ആലസ്യം ഇതൊക്കെ കർമ്മമേഖലയിൽ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു എന്ന് വേണം കരുതാൻ. ധനപരമായ കാര്യത്തിൽ അതിലും അവർ ഉറച്ചു തന്നെ നിൽക്കുന്നു. ചെയ്ത കർമ്മങ്ങൾക്ക് കൃത്യമായി പണം പറഞ്ഞ് വാങ്ങിക്കാനുള്ള കഴിവ് ഇവർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഭൂമി സംബന്ധമായോ അതല്ലെങ്കിൽ വസ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഇവർക്കിപ്പോൾ ഗുണം കാണുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ചില കർമ്മങ്ങളിൽ ഇവർ പങ്കാളികളാവുകയും അതിൽ നിന്ന് ഇവർക്ക് മാനസികമായ സന്തോഷം ലഭിക്കുകയും ഒരു പരിധിവരെ ധനപരമായ നേട്ടമുണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് വളരെ ഉയർച്ച ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. സഹോദര സ്ഥാനത്തുള്ളവരുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ജീവിതത്തിൽ കുറച്ചുകൂടി ഉയർന്ന നിലവാരമുള്ള ചില സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ ഒക്കെ വിജയം കാണുന്നതായോ വിജയവുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല വാർത്തകൾ കേൾക്കുന്നതായിട്ടോ വരുന്നുണ്ട്. ഓർക്കാപ്പുറത്ത് കുറേ ധനപരമായ സഹായം ഇവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും മുഖരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇലക്ട്രിസിറ്റി, തീ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ വളരെ ശ്രദ്ധ വേണമെന്ന് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയേണ്ടിയിരിക്കുന്നു. മുഖത്ത്, ചർമ്മത്ത് മുറിവുകൾ ഉണ്ടാകുക, അലർജി അസുഖങ്ങൾ ഉണ്ടാകുക തുടങ്ങിയൊക്കെ ഇതിന് കാരണമാകാം. പിതാവിനും ചെറിയ തരത്തിലുള്ള ശാരീരികമായ അവശതയോ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖലയിൽ നിന്നുള്ള വരുമാന വർധനവ് അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ലഭ്യത അതിൽ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. പല കാരണങ്ങളാൽ തന്നെ മുമ്പ് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറുന്നു. പിതൃസ്വത്ത് മായിട്ടുണ്ടായിരുന്ന വാക്കുതർക്കം, പിതൃസ്വത്തിനെ ചൊല്ലി ഉണ്ടായിരുന്ന വാക്കുതർക്കമൊക്കെ പരിഹൃതമാകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ധനപരമായ നേട്ടവും ഇവർക്ക് ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും പിതാവിൻ്റെ സ്വത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ തലമുറകളായി ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന സ്വത്തുക്കളുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന തർക്കം മാറി അത് അനുകൂലമായ വിധി ഇവർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ. സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11 പുലർച്ചെ മുതൽ 12, 13 രാവിലെ 6 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഈ ആഴ്ചയും ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ആഴ്ചയുടെ അവസാന ദിവസങ്ങളായിരിക്കും അത് കൂടുതൽ ഗുണകരമായി വരിക. തുടക്ക ദിവസങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും എന്നാൽ അത് അനുകൂലമായി വരുന്ന കാര്യങ്ങൾ കൂടുതലായി ഇവർക്ക് ഗുണം കിട്ടുന്നത് ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുമ്പോഴായിരിക്കും. അതുപോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന തരത്തിലുള്ള പുതിയ ചില സംരംഭങ്ങൾ ഏറ്റുപിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് വരുമാന വർധനവ് കാണുന്നുമുണ്ട്. പുതിയ ചില സാങ്കേതിക വിദ്യയിലൂടെ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി വിജയപ്രദമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. ഏതെങ്കിലും വിധത്തിൽ മേലധികാരികളുമായോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായോ ഉണ്ടായിരുന്ന ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ ജോലിയെ നെഗറ്റീവായി ബാധിച്ചിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. പുതിയ ചില സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. അതിന് വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വന്തം ദേശത്ത് തന്നെ ഏതെങ്കിലും വൻകിട കമ്പനികളുമൊക്കെയായിട്ടോ ബന്ധമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ
സ്വകാര്യമായിട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അവർക്ക് ചില പുതിയ സംരംഭങ്ങൾ, പ്രത്യേകിച്ചും പുതിയ കരാറുകൾ ഏർപ്പെട്ട് കിട്ടുന്നതായി കാണുന്നു. അതിന് ചിലപ്പോൾ വൈദേശിക ബന്ധമോ അല്ലെങ്കിൽ വലിയ വൻകിട കമ്പനികളുടെ ബന്ധമോ ഒക്കെ ഉണ്ടാകാൻ പോകുന്നതായി കാണുന്നുണ്ട്. ഏതായാലും പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി ഗൗരവവും കൂടുതൽ ലാഭം ഭാവിയിൽ സാമ്പത്തികമായി കിട്ടത്തക്കവണ്ണമുള്ള ചില അവസ്ഥകളും വന്നു ചേരുന്നതായി കാണുന്നു. ഈ ആഴ്ചയിൽ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാവണം കൂടുതൽ തങ്ങളുടെ പ്രവർത്തന രംഗത്തുണ്ടാകാവുന്ന പുരോഗതിയെക്കുറിച്ച് അറിയുന്നത് കൊണ്ടാവണം കൂടുതൽ ഫലപ്രദമായ മനസ്സോടുകൂടി കൂടുതൽ തിളക്കമുള്ള ഒരു അധ്യായം എഴുതി ചേർക്കാൻ തങ്ങളുടെ കർമ്മരംഗത്തിന് സാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ളൊരു ഉത്സാഹം ഇവരിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം വിജയിച്ച കർമ്മങ്ങളുടെ ശേഷിപ്പായി കിട്ടുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് കൂടുതൽ വരുമാന വർധനവ് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ സാമ്പത്തികമായ സുരക്ഷ, അതുപോലെ തൊഴിൽ സുരക്ഷ, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷമത ഇതൊക്കെ വർദ്ധിക്കുന്നതായിട്ട് ഉറപ്പ് വരുന്ന തരത്തിലുള്ള ചില വാർത്തകളെങ്കിലും ഇവർക്ക് ഈ ആഴ്ചയിൽ കേൾക്കാൻ സാധിക്കുന്നതായി കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ഈ ആഴ്ചയിൽ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുള്ള അവസ്ഥകളായിട്ട് നിൽക്കുകയാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്നിടത്തും നല്ലതാണ്. പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയങ്ങളും കാണുന്നുണ്ട്. അതേസമയം ഉദര സംബന്ധമായ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ ശരീരത്തിൽ മുറിവോ അപകട സാധ്യതയോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്ന് കാണുന്നു. ഒന്നാമതേ കാലാവസ്ഥയുടെ ഒക്കെ അവസ്ഥ കാരണം വാഹനം ഓടിക്കുന്നതിൽ വളരെ ശ്രദ്ധ വരുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അപകട സാധ്യതകൾ ഉണ്ടാകുമെന്ന കാര്യം അറിയുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. അതുപോലെ ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമൊക്കെ എടുത്തു പെരുമാറുമ്പോൾ അങ്ങേയറ്റത്ത് ശ്രദ്ധ വയ്ക്കുക. ഇലക്ട്രിസിറ്റി, തീ ഇവയോട് ഇടപെടുമ്പോഴും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനത്തുള്ളവർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ സാമാന്യം ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11 പുലർച്ചെ വരെയും ശേഷം 13 രാവിലെ 6 മണി മുതൽ 14, 15 രാവിലെ 9:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും തങ്ങളുടെ വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ പഠനവുമായി, ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടി മനസ്സിൻ്റെ ആരോഗ്യസ്ഥിതി നന്നായിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ കൃത്യമായി നോക്കി പഠിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്ന മനോവിഷമങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു. അതല്ലെങ്കിൽ ഇവരുടെ പിതാവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമോ വിഷയങ്ങളോ, പ്രത്യേകിച്ചും സ്വത്തിനെ ചൊല്ലി എന്തെങ്കിലും അകൽച്ചയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഈശ്വരാധീനം കുറച്ചുകൂടി വർദ്ധിക്കുകയും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതിൻ്റെ ലക്ഷണമെന്നോളം ശാരീരികമായി കുറച്ചുകൂടി ഒരു തെളിമ ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിൻ്റെ തെളിമ ശരീരത്തിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാവണം കുറച്ചുകൂടി ശാരീരികമായ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ രോഗാവസ്ഥകൾ ഒരുപക്ഷെ കാലാവസ്ഥയുടെ ഭേദം കൊണ്ടാവണം രോഗാവസ്ഥകൾ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും അവരെ ഒന്ന് ആക്രമിക്കും എന്ന് കാണുന്നുണ്ട്. സ്വതവേ തന്നെ പെട്ടെന്ന് വൈറൽ പോലുള്ള ഡിസീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കൂറായതുകൊണ്ട്, അതുപോലെ തന്നെ ആശങ്കകൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് കൊണ്ടും രോഗാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വരാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ കാലാവസ്ഥ കൂടി മാറി നിൽക്കുന്നതിനാൽ, മോശപ്പെട്ട് നിൽക്കുന്നതിനാൽ ഇവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ കാര്യത്തിലോ എന്തെങ്കിലും തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ സഹോദരീ സ്ഥാനത്തുള്ളവരുമായോ മാതാവുമായോ ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ സഹോദരിമാരുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം
രോഗാവസ്ഥകൾ ആണ് ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥ കാണുന്നത്. എന്നാൽ പൊതുവെ കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ ഒരവസ്ഥ കാണുന്നുണ്ട്. കൃത്യമായി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് കാണുന്നു. എന്നാൽ തങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ പ്രതിഫലം കൃത്യമായി ആ സമയത്ത് തന്നെ കിട്ടണമെന്നില്ല. എന്നാൽ അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും അതൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടും എന്നും പൊതുവെ മത്സരത്തിൽ ഇവർക്ക്, അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ ശാരീരികമായി ഇടപെടാനുള്ളൊരു കഴിവ് ഇപ്പോഴുണ്ട്. ആ പഴയ ക്ഷീണിതാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11 പുലർച്ചെ മുതൽ 12, 13 രാവിലെ 6 മണി വരെയും ശേഷം 15-ാം തീയതി രാവിലെ 9:30 കഴിഞ്ഞും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് തടസ്സങ്ങൾക്കൊക്കെ അപ്പുറത്തു നിന്നുകൊണ്ട് ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും. കൂടുതൽ തങ്ങളുടെ മികവ് പുലർത്തിക്കൊണ്ട് കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ ഇവരുടെ ശാരീരിക മാനസിക വൈഷമ്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെ കാണുന്നു. കൂടുതൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചിലവ് വർദ്ധിച്ചിരിക്കുമെങ്കിലും ജോലിസ്ഥലം അല്ലെങ്കിൽ പ്രവർത്തന മേഖല അത് ഒട്ടും തന്നെ പരാജയപ്പെടുത്തുന്നില്ല ഇവരെ എന്നുള്ളത് വലിയ ഒരു ആശയ്ക്ക് വക നൽകുന്ന പ്രവർത്തനമാണ്. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഭൂമി വഴി ലാഭം കിട്ടാനുള്ള സാധ്യതയും ഏർപ്പെടുന്ന സംരംഭങ്ങളിൽ നിന്ന് ധനം സമാഹരിക്കാനുള്ള കഴിവുമൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ വർധനവ് വലിയ തോതിലില്ലെങ്കിലും കൃത്യമായ വരുമാനം ഇവർക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് തന്നെ കാണുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് ചെയ്യുന്ന സംരംഭങ്ങളിലും പ്രവർത്തനങ്ങൾ മന്ദമാണെങ്കിലും മന്ദഗതിയിലാണെങ്കിലും മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ കർമ്മരംഗത്ത് ദോഷങ്ങളൊന്നും കാണുന്നില്ല. തടസ്സങ്ങളില്ലാതെ അത് മുന്നോട്ട് പോകുമെന്ന് കാണുന്നു. കർമ്മരംഗത്ത് ഇവർക്ക് ഏറ്റവും വൈദഗ്ധ്യമുള്ള വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ ഇഫക്റ്റീവായി കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ കാണുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞു ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായ ആദായ പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഗുണകരമായ നേട്ടമുണ്ടാകുന്നു. അല്പം പതുക്കെയാണ് ഇതിൽ നിന്നുള്ള വരുമാനം വരുന്നതെങ്കിലും അതൊക്കെ ഉറച്ച വരുമാനവുമാണ്. ഭാവിയിൽ അതിന് ഉറപ്പുണ്ട് എന്നുള്ള ഒരു അവസ്ഥയും ഇവർക്ക് മനസ്സിലാകുന്നതായി കാണുന്നുണ്ട്. പൊതുവെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. നാനാവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജലജന്യ രോഗങ്ങൾ, അലർജി അസുഖങ്ങൾ എന്നിവ വരാം. അതല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11, 9, 10, 11 പുലർച്ചെ വരെയും ശേഷം 13 രാവിലെ 6 മണി മുതൽ 14, 15 രാവിലെ 9:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും കർമ്മരംഗത്തും അതുപോലെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന കാര്യങ്ങളിലുമൊക്കെ തന്നെ വളരെ ഗുണം കാണുന്നു. അപ്രതീക്ഷിതമായി ഭാഗ്യക്കുറി വരെ ഇവർക്കിപ്പോൾ സാധ്യമാവുന്നു എന്നാണ് കാണുന്നത്. ഭാഗ്യം അടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വമ്പിച്ച തോതിൽ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവരുടെ കർമ്മരംഗത്താവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ അനുവദിച്ച് കിട്ടുന്നതാവാം. അതുമല്ലെങ്കിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന സാമ്പത്തികം വൈകി വരുന്നതും ആകാം. അങ്ങനെയും ധനം ഇവരിലേക്ക് വരാം. എന്തായാലും ഓർക്കാപ്പുറത്ത് കുറേ പണം ഇവരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. അതുപോലെ തങ്ങളുടെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ വലിയൊരളവ് വരെ മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു. ജീവിത പങ്കാളിയുടെ കുടുംബത്തിലുണ്ടായിരുന്ന ചില ബാധ്യതകൾ നിറവേറ്റാൻ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗുണകരമായ സവിശേഷത, വിദേശവുമായി ബന്ധപ്പെട്ടിരുന്ന ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് അവിടെയുണ്ടായിരുന്ന തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവിടുത്തെ താമസ സംബന്ധമായ കാര്യങ്ങളിലോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾക്കൊക്കെ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ചില സംരംഭങ്ങൾ
വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സന്താന സ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനത്തുള്ളവർക്കോ ഒക്കെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലുണ്ടായിരുന്ന കുറവുകൾക്ക് പരിഹാരമുണ്ടാകുന്നതായി കാണുന്നു. അവിടെ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രവർത്തന മേഖലകളാണ് ഇപ്പോൾ വളരെ അനുഗ്രഹമായി നിൽക്കുന്നത്. അതുപോലെ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. അനാമത്തു ചെലവ് കൂടെ തന്നെ കാണുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പുലർത്തണം എന്നാണ് കാണുന്നത്. പണം കയ്യിൽ വന്നാലും അത് നിൽക്കാതെ ഇങ്ങനെ ചോർന്നു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് വേണ്ടത്ര ഫലപ്രദമാവണം എന്നില്ല ഈ ആഴ്ചയിൽ. അതുകൊണ്ട് വീടുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്ത് ശ്രദ്ധ വേണം. അല്ലെങ്കിൽ തൽക്കാലം അത് മാറ്റിവെച്ച് കുറച്ച് കഴിഞ്ഞത് ചെയ്യുകയായിരിക്കും ബുദ്ധി എന്ന് കാണുന്നു. കാൽപാദങ്ങളിലും കാൽമുട്ടുകളിലും തുടയിടുക്കുകളിലുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടാകാനും പേശി സംബന്ധമായ സ്വാധീനക്കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഇപ്പോൾ ഒരു പുരോഗതി വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. ഉദരസംബന്ധമായ വ്യാധി കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ബാധിക്കാമെന്നും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11, 12, 13 തീയതി രാവിലെ 6 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ ഗുണകരമായ അവസ്ഥ കാണുന്നത്. അതായത് ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം അവസാനത്തെ ദിവസത്തിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ വളരെ ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. ഏകദേശം 3.5-4 ദിവസത്തോളം വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ചും വരുമാന സംബന്ധമായ കാര്യത്തിലും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാവുന്ന മികവിനുമാണ് കൂടുതൽ ഗുണം കാണുന്നത്. പ്രധാനപ്പെട്ട ചില വ്യക്തികളുമൊത്തുള്ള പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കുന്ന കാര്യത്തിൽ വിജയകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുന്നതായി കാണുന്നു ഈ ആഴ്ചയിൽ. തോളല്, മുഖം, ഈ ഭാഗത്ത് തോളല്, തലയുടെ പിൻഭാഗം, അതായത് കഴുത്തിൻ്റെ പുറകുവശത്തെ ഭാഗത്തുമൊക്കെ തന്നെ പേശി സംബന്ധമായ ദോഷമോ അസ്ഥി സംബന്ധമായ എന്തെങ്കിലും ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് വിശ്രമം ഇവർക്ക് ആവശ്യമായി കാണുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇവരുടെ പിതൃസ്ഥാനത്തോ കുടുംബത്തിലെ കാരണവസ്ഥാനത്തോ ഉള്ള വ്യക്തികൾക്കും ഈ അസ്ഥി തേയ്മാനം സംബന്ധിച്ചൊക്കെ ചില അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നു. അത് കൃത്യമായി അനുഷ്ഠിക്കണമെന്നാണ് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോടും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടും പറയുവാനുള്ളത്. പ്രത്യേകിച്ചും കാരണവസ്ഥാനത്തുള്ളവർക്ക് ഈ രോഗാവസ്ഥകൾ നേരിടേണ്ട സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വരുമാന സംബന്ധമായ കാര്യത്തിലും പ്രത്യേകിച്ച് തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യത്തിൽ ശ്രമിക്കുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നായി വിജയിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വളരെ അനുകൂലവും ഈശ്വരാധീനവുമുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക നേട്ടം, കടബാധ്യതയിൽ നിന്ന് മോചനം, പ്രവർത്തനങ്ങളിലെ വിജയം, ഇതെല്ലാം തന്നെ ഈ ആഴ്ചയും പ്രത്യേകിച്ച് ആദ്യത്തെ 1.5-2 ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായി തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായ അവശത പറഞ്ഞു. തോളല്, കഴുത്തിൻ്റെ പിൻഭാഗം, ഇവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ മരവിപ്പോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ജലജന്യ രോഗങ്ങൾ അവരെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പഠന സംബന്ധമായ കാര്യത്തിൽ സന്താനങ്ങളിൽ നിന്ന് വളരെ അഭിമാനാർഹമായ സന്തോഷം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11 പുലർച്ചെ മുതൽ 12, 13, 14, 15 രാവിലെ 9:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയിൽ ഈശ്വരാധീനത്തിൻ്റെ ഒരു സ്പർശം ഇവരിൽ നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സംബന്ധമായ കാര്യങ്ങളിലും ഒന്നും ദോഷം കാണുന്നില്ല. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. കർമ്മരംഗത്ത് ചില അവ്യക്തതകൾ, തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ചില കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ, ഇവരുടെ വ്യക്തത, കർമ്മരംഗത്ത് ചില വ്യക്തതകൾ ഇവരുടെ മേലധികാരികൾ ഇവരോട് ചോദിക്കുമെങ്കിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്
ഒടുവിൽ വളരെ വിജയം ഇവർക്ക് നേടാൻ സാധിക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ മികവ് മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. തുടക്കത്തിലുണ്ടായിരിക്കുന്ന ചില അവ്യക്തതകൾക്ക് ഈശ്വരീയമായ ഇടപെടലുകൾ കൊണ്ട് തന്നെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുടെ അനുഗ്രഹം ഇവർക്ക് വളരെ നല്ല രീതിയിൽ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടത്തിന് പുറമേ വൈകാരികമായ ഒരു അംശം കൂടി ഇവർക്ക് ഇവരുടെ പ്രവർത്തന മേഖലയിൽ ലഭിക്കുന്നു. അതൊരു വലിയ അളവിൽ, അതായത് ഇൻ്റലിജൻസ് കോഷ്യൻസ് മാത്രമല്ല, ഇമോഷണൽ കോഷ്യൻസും ഒരു മനുഷ്യൻ്റെ വികാസപൂർണമായ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നുള്ള ഒരവസ്ഥ കൃത്യമായും ബോധ്യപ്പെടുന്നുണ്ട് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അവർ നേരിടുന്ന ഓരോരോ ബന്ധങ്ങൾ വഴി അവർക്കത് മനസ്സിലാകുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വളരെ വലിയ ചില മതിപ്പുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും ഈ വർഷം നടക്കാൻ സാധ്യതയുള്ളതിൻ്റെ ഒരു ലക്ഷണം ഈ ആഴ്ചയിൽ, പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ വിജയം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായി സന്തോഷം ലഭിക്കുന്ന, ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ചില മുന്നേറ്റങ്ങളുമൊക്കെ തന്നെ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അത്തരം സന്തോഷം മനസ്സിനുണ്ടാകുന്നതായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം എന്തായാലും ഉണ്ടാകും, അതിൻ്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ഭാഗ്യം വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വൻ വിജയം കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കും. അഭിലഷിച്ച കാര്യങ്ങൾ നേടാനുമൊക്കെ സാധിക്കും. മംഗളകർമ്മങ്ങൾ, വീട് നിർമ്മാണമോ വീടിൻ്റെ നിർമ്മാണ പൂർത്തിയായതിനു ശേഷമുള്ള പാലുകാച്ചുമായി ബന്ധപ്പെട്ടോ, അതല്ലെങ്കിൽ ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ടോ, അതുമല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടോ ഒക്കെ തന്നെ ഇവർക്ക് വളരെ അനുകൂലമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസം നട്ടെല്ല് സംബന്ധമായിട്ടെന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഭാഗത്തുണ്ടാകാവുന്ന പേശി സംബന്ധമോ അസ്ഥി സംബന്ധമായോ അസ്കിതകളോ ഇവരെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് കുറേ പണം വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 13 രാവിലെ 6 മണി മുതൽ 14, 15 തീയതികൾ വളരെ ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളിൽ ഇവർ പങ്കുകൊള്ളുമെന്ന് കാണുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കർമ്മം കൂടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സമോ പ്രശ്നമോ ആയി നിന്നിരുന്ന ആളുകളിൽ നിന്ന് ആ തടസ്സമൊക്കെ മാറി മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇവർക്ക് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഇടവരികയോ ചെയ്യാം. പുതിയ ചില സൗഹാർദ്ദങ്ങൾ ഉടലെടുക്കുന്നതായി കാണുന്നു. അതിവർക്ക് വളരെ മാനസിക സന്തോഷം ലഭിക്കുന്നു എന്ന് കാണുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ അവസാന ദിവസങ്ങളും അതിന് വളരെ അനുകൂലമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവർ തങ്ങളുടെ കർമ്മമേഖലയിൽ സഹായിക്കുന്നത് വഴി കർമ്മമേഖല കൂടുതൽ അവർക്ക് അനുഗ്രഹമായി മാറുന്ന ഒരവസ്ഥ വരുന്നു. വെല്ലുവിളി പോലെ നിന്നിരുന്ന കർമ്മരംഗത്തു നിന്ന് ഇവർക്ക് വളരെ സമാധാനപരവും അതുപോലെ തന്നെ മൃദുവായ സമീപനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമായൊരവസ്ഥ കൈവരുന്നതായി കാണുന്നു. സാമ്പത്തിക നേട്ടം അപ്രതീക്ഷിതമായി ഇവർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ ആഴ്ചയുടെ ആദ്യത്തെ 1-2 ദിവസങ്ങൾക്ക് ശേഷം ജലജന്യമായ അസുഖങ്ങളാൽ ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരുന്നതായും കാണുന്നു ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ത്രോട്ട്, ചെസ്റ്റ് ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് കഫപ്രകൃതിയായിട്ടുള്ളവർക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഡിസീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ മരുന്നൊക്കെ കഴിച്ച് അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എപ്പോഴും ബുദ്ധി എന്ന് കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവർ തങ്ങളുടെ മേഖലകളിൽ വളരെ വലിയ സഹായമായി നിൽക്കുന്നുവെന്ന് കാണുന്നു. അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരോ ആ വിധത്തിൽ മാനസികമായി ഇവരോട് ചേർന്ന് നിൽക്കുന്നവരോ വലിയ സഹായങ്ങൾ ചെയ്യുമെന്നൊക്കെ കാണുന്നു. എന്നാൽ അവർക്കും ശാരീരികമായ ചില അവശതകൾ ഈ ആഴ്ചയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11 പുലർച്ചെ വരെയും അത് കഴിഞ്ഞാൽ പിന്നെ 15 രാവിലെ 9:30 മണി കഴിഞ്ഞും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു.
അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ ആഴ്ചയും അതിൻ്റെ പിന്തുടർച്ച എന്നോണം വിജയകരമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട സംരംഭകരുമൊത്തും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവർക്ക് കുറച്ചുകൂടി വിജയം കൊയ്യാൻ സാധിക്കുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ട് ഈ ആഴ്ചയും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ സഹപ്രവർത്തകരുമായോ പുതിയ വ്യക്തികളുമായോ ചേർന്ന് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുകയും അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള മാനസികവും ശാരീരികവുമായ ധൈര്യമുണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, അതായത് ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. നേരത്തെ മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ മുടക്കം വന്ന് മാറി നിന്നിരുന്ന കാര്യങ്ങൾ ഈ ആഴ്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കാണുന്നു. അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രതയുണ്ടാവുന്നു. കടം ചോദിച്ചിരുന്ന വ്യക്തികൾ കൃത്യമായി കടം തരുന്നതായി കാണുന്നു. പുതിയ സംരംഭത്തിൽ അത്തരം പണങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുന്നതായും കാണുന്നുണ്ട്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ധനം വായ്പയായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊന്നുമല്ലെങ്കിൽ ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം പൊടുന്നനവേ പണം ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ സ്വന്തം നാട്ടിൽ വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കരാർ വ്യവസ്ഥകൾക്ക് വേണ്ടിയിട്ടുള്ള യാത്രകളോ ഒക്കെ തന്നെ വിജയപ്രദമായി മാറും എന്നാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസത്തിൽ പിതാവിനത്ര നല്ലതല്ല എന്ന് കാണുന്നു. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ കണ്ണ്, ഹൃദയം, മൂക്ക് ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അവശതകൾ ഉണ്ടാകാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12, 13 രാവിലെ 6 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഇവർക്ക് ചെറിയ ചില ഭാഗ്യക്കേടുകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസത്തിന് ശേഷം അവസാന ദിവസവും ഒഴിച്ചാൽ നടുക്കു വരുന്ന ദിവസങ്ങളൊക്കെ തന്നെയും മധ്യഭാഗത്ത് വരുന്ന ദിവസങ്ങളൊക്കെ തന്നെയും ഇവർക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ചും മുടക്കം വന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ശാരീരിക മാനസിക ധൈര്യമുണ്ടാവുക, അതിന് തക്കവണ്ണമുള്ള സാമ്പത്തിക പിൻബലമുണ്ടാവുക. ശത്രുതാ മനോഭാവത്തിൽ നിന്നിരുന്നവർ തങ്ങളോട് ചേർന്ന് വീണ്ടും പുതിയ ചില സംരംഭങ്ങളിൽ പിന്തുണയ്ക്കുക ഇവരെ. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാവുക. 2-3 വിധത്തിലാവാം മോചനം. ഒന്നുകിൽ കുറച്ച് പണം കൊടുത്ത് അവരെ ശല്യപ്പെടുത്താതിരിക്കാനുള്ള അതുമല്ലെങ്കിൽ സാമ്പത്തികം കൂടുതലായി വരികയും അത് നേരത്തെ കടം വാങ്ങിച്ചിരുന്നവരുടെ ശല്യം സഹിക്കവയ്യാതെയാകുമ്പോൾ ഒരു വലിയ അളവിൽ അത് അടച്ച് അവരിൽ നിന്ന് താൽക്കാലികമായിട്ട് മുക്തി നേടാൻ സാധിക്കുകയും ചെയ്യും. ഇതൊന്നുമല്ലെങ്കിൽ പുതിയ ചില ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ഇവർക്ക് ചില ആശ്വാസം ഉണ്ടാവുകയും അത് കർമ്മമേഖലയിൽ അർപ്പിക്കാൻ തക്കവണ്ണമുള്ള അവസ്ഥയിൽ പണം കിട്ടുകയും ചെയ്യുന്നതായി കാണുന്നു. എന്തായാലും കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. അതിന് തക്കമുള്ള ധനപരമായ വരവ് ഇവർക്കുണ്ടാകുന്നതായും കാണുന്നു. നേരത്തെ മുടങ്ങി നിന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരെ പിന്നോട്ട് വലിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥയ്ക്കും മാറ്റമുണ്ടാകുന്നു. കുറച്ചുകൂടി ശരീരത്തിന് ധൈര്യവും മനസ്സിന് ധൈര്യവുമൊക്കെ വരുന്നു ഈ ആഴ്ചയിൽ. അതുപോലെ പുതിയ ചില സംരംഭകർ ഇവരുമായി ഒത്തുചേരുന്നു എന്ന് കാണുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനും മാറ്റമുണ്ടാകുന്നു. രോഗാതുരമായ അവസ്ഥകൾക്ക് മാറ്റം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉല്ലാസവും ഉന്മേഷവും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് വഴി സാമ്പത്തികം കുറച്ചുകൂടി ഭദ്രമാകുന്നു. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന അലച്ചിലും കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന ചില അകൽച്ചയും ഒക്കെ തന്നെ മാറുന്നതായും കാണുന്നു. അപ്പോൾ പൊതുവേ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്ക ദിവസം കഴിഞ്ഞാൽ ഏറ്റവും അവസാന ദിവസവും കഴിഞ്ഞാൽ പൊതുവെ മധ്യഭാഗത്തുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. തുടക്ക ദിവസങ്ങൾ സന്താനങ്ങൾക്കത്ര നല്ലതല്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും നട്ടെല്ല് സംബന്ധമായ എന്തെങ്കിലും അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലും ഓർക്കാപ്പുറത്ത് ഇവരിലേക്ക് പണം വന്നു ചേരാമെന്നും പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 11 പുലർച്ചെ മുതൽ 12, 13, 14, 15 രാവിലെ 9:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 5-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥനായ വ്യാഴം നിൽക്കുന്നു. ആ വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജന്മശനി എന്ന ശാപത്തിന് ഒരു കുറവുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹവും അതുപോലെ തന്നെ കർമ്മശേഷിയും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാം. മാതാവിനോ മാതൃസമാനരായ വ്യക്തികൾക്കോ ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും കാണുന്നു. കൂടുതൽ മാതാവിൻ്റെ സ്വത്ത് വിഭജിച്ച് കിട്ടുന്ന കാര്യത്തിൽ ചിലപ്പോൾ സഹോദരസ്ഥാനത്തുള്ള വ്യക്തികളുമായി കലഹമുണ്ടാകാനോ തർക്കമുണ്ടാകാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ ഒക്കെ ഉള്ള ഓഫീസാണെങ്കിൽ അവിടെ പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഇടപെടുന്ന ആൾക്കാരോടൊക്കെ അല്പം മയത്തിൽ പെരുമാറുക, സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുക എന്നും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കലഹമോ വാക്കുതർക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയിൽ കൂടുതലാണ്. എന്നാൽ പൊതുവെ ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇവരുടെ നെഗറ്റീവായ പ്രതികൂലമായ അവസ്ഥകൾക്ക് കുറവുണ്ടാകും, ആ ദോഷങ്ങൾക്ക് കുറവുണ്ടാകുമെന്ന് വേണം ചിന്തിക്കാൻ. പൊതുവെ സർവേശ്വരൻ്റെ രക്ഷ ഇവരിൽ ഉള്ളതുകൊണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യത്തിലുമൊക്കെ നല്ല ശ്രദ്ധ വേണം. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ ശ്രദ്ധക്കുറവ് കൊണ്ട് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയുമായി ചെറിയ സൗന്ദര്യപ്പിണക്കമോ പ്രശ്നമോ ഉണ്ടാകാം, പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 13 രാവിലെ 6 മണി മുതൽ 14, 15, 16 13 രാവിലെ 6 മണി മുതൽ 14, 15 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്ക്. ശനിയാഴ്ച ശാസ്താവിൻ്റെ അമ്പലത്തിലോ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ സമർപ്പിക്കുക. എള്ളുപായസം അവിടെ സമർപ്പിക്കാം, അതുപോലെ തന്നെ നിവേദ്യം ചെയ്യാം, അതുപോലെ തന്നെ നീരാഞ്ജനം കഴിപ്പിക്കാം. എല്ലാവർക്കും ഇടത്തെ കൈകൊണ്ട് കാക്കയ്ക്ക് എച്ചിൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ്. ഏറ്റവും ഗതികെട്ട് നടക്കുന്ന വ്യക്തികളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ ശനിദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ്. അതുപോലെ തന്നെ വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ വളരെ നല്ല മാർഗങ്ങളാണ്, പരിഹാര മാർഗങ്ങളാണ്. ഓം ഗം ഗണപതയെ നമ എന്ന് ഗണപതിയെ സ്മരിക്കുക, ഗണപതിയെ ജപിക്കുക, ഗണപതിയുടെ മന്ത്രം. അതുപോലെ ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം, നാളികേരം ഉടയ്ക്കാം. ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യുന്നതും ഏറ്റവും മഹനീയമായ കർമ്മമാണ്. ഓം നാഗായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക്. 100 പാലും കൊടുക്കുക നാഗദൈവങ്ങൾക്ക്. കേതുദോഷത്തിന് പറഞ്ഞു ഗണപതിയെ സ്മരിക്കുക. ഗണപതിക്ക് 100 പാലും, ഗണപതിക്ക് ഏറ്റവും ഉത്തമമായത് നാളികേരം ഉടയ്ക്കലും അതുപോലെ തന്നെ കറുകമാല അർപ്പിക്കലുമാണ്. ഉണ്ണിയപ്പ നിവേദ്യവും ഏറ്റവും മഹത്തായ കർമ്മമാണ്. അപ്പോൾ കേതുദോഷത്തിനും അതുപോലെ നാഗദോഷങ്ങൾക്കും മഹാവിഷ്ണുവിനെ പ്രാപിക്കുന്നത് വഴി വ്യാഴദോഷത്തിനും അതുപോലെ തന്നെ ശനിദോഷത്തിന് ശനീശ്വരനെയോ ധർമ്മശാസ്താവിനെയോ അതുമല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനെയോ നമസ്കരിക്കുന്നതിനും എപ്പോഴും ഒരു ശ്രദ്ധ കണ്ടെത്തുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.